ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു എള്ള് ബിസ്ക്കറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ ഇവിടെ എന്തൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് കാണാം. അപ്പോൾ അതിന് ആദ്യം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റിൽ തന്നെ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഫസ്റ്റ് 200 ഗ്രാം മൈദ, 100 ഗ്രാം പൊടിച്ച പഞ്ചസാര, 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ. നമ്മൾ ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കണേ. ഇതിപ്പോൾ ഇച്ചിരി തണുത്ത ബട്ടറാണ്, ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് റൂം ടെമ്പറേച്ചറിലാവട്ടെ. പിന്നെ നമുക്ക് വാനില എസൻസ് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ നമുക്കത് അനുസരിച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വാനില എസൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് എള്ള്. ഇത്രയാണ് നമുക്ക് എള്ള് ബിസ്ക്കറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഫസ്റ്റിൽ തന്നെ ഒരു ബൗളിലേക്ക് നമ്മുടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റാക്കി ബീറ്റ് ചെയ്തെടുക്കണം. ബട്ടർ ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 100 ഗ്രാം പഞ്ചസാര 2 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് രണ്ടും കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. ബട്ടറും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. ബീറ്റർ വെച്ച് ചെയ്യുവാണെങ്കിൽ ചെയ്യും, വിസ്ക് വെച്ച്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൈ വെച്ച് എന്ന് വെച്ചാൽ നല്ലതുപോലെ ബട്ടറും പഞ്ചസാരയും നല്ലതുപോലെ യോജിപ്പിച്ച് കമ്പൈൻ ചെയ്തെടുക്കണം. നമ്മുടെ ബട്ടറും പഞ്ചസാരയും കമ്പൈൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വാനില എസൻസ്, നമുക്കിഷ്ടമുള്ള എസൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പൈനാപ്പിൾ എസൻസ്, അല്ലെങ്കിൽ വാനില എസൻസ്, അല്ലെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ്, ഏത് എസൻസ് ഫ്ലേവറാണെന്ന് വെച്ചാൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലേവർ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റും മാറും. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ വാനില എസൻസ് ഉള്ളപ്പോൾ ഞാനിവിടെ വാനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വാനില എസൻസ് കൂടെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ മൂന്നും കൂടെ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അളന്ന് മാറ്റി വെച്ചേക്കുന്ന മൈദ, ഞാൻ അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ മൈദ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് കൈ വെച്ച് അല്ലെങ്കിൽ സ്പാച്ചില വെച്ച് നല്ലതുപോലെ കമ്പൈൻ ചെയ്തെടുക്കണം. ഒരു ഡോ പരുവത്തിൽ, നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കത്തില്ല അതേപോലെ ഒരു ഡോ ആക്കി എടുക്കത്തില്ല, അതേപോലെ ഒരു ഡോ ആക്കി എടുക്കുക. നമുക്ക് ഈ ഡോ കുഴയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. നമുക്ക് ഡോ ആക്കി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ചപ്പാത്തി വെച്ച് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സീഡ്, നമ്മുടെ എള്ള് കുറച്ച് ഇട്ടിട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തുക. അതിന് ശേഷം നമുക്കൊരു കുക്കി കട്ടർ വെച്ചിട്ട് ഓരോന്നായിട്ട് കട്ട് ചെയ്തിടാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യും. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഓരോന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നും കട്ട് ചെയ്തെടുത്തതിന് ശേഷം കാണാം. കുക്കീസ് കട്ടർ വെച്ച് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ബാക്കി വന്നത് വീണ്ടും നമുക്ക് ഒന്ന് അങ്ങനെ ഇപ്പോൾ എല്ലാ കുക്കീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കീസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ 160 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സാണ് ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചൂടാറുമ്പോൾ എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലിട്ട് നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ.